അനിരുദ്ധ് യെസ് അനിരുദ്ധ് ഏതാണ്ട് 34ഓളം കരകളിൽ വളരെ സജീവമായി പടേനി നടക്കുന്നു. ഇന്ന് ഈ പടേനി കളത്തില് അനവധി ദേവതകൾ ഇവിടെ എത്തി തുള്ളി ഒഴിഞ്ഞു പോകുന്നുണ്ട്. ആദ്യം പടേനിക്കളത്തിൽ എത്തുന്നത് പിശാചുകോലമാണ്. ഈ ദേവതകളെ പടേനിക്കളത്തിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് ബലിപൂജാദികൾ നൽകുന്ന പവിത്രമായ ചടങ്ങാണ് പടേനിക്കളങ്ങളിൽ നടക്കുന്നത്. ഇതാ ഈ കളത്തിലേക്ക് എത്തുന്നു പിശാചുകോലം. അതേപോലെ തന്നെ ആദിദേവതയായിട്ടാണ് മറുതയെ അറിയപ്പെടുന്നത്. വസൂരി രോഗബാധയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോലം ദേവിക്ക് വഴിപാടായി സമർപ്പിച്ചത്. തള്ളമറുത കളത്തിലേക്ക് എത്തുന്നു. മറ്റു മറുതകൾക്കായിട്ട് നൽകുന്നതിന് വേണ്ടി കളത്തിലേക്ക് വിളിക്കുന്നതുമൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ പ്രാധാന്യമുള്ള ഒരു കോലമാണ് മറുതാക്കോലം. ഇപ്പം ഈ ദേവതയുടെ കടാക്ഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇതാ കളത്തിലേക്ക് എത്തുന്നു മറുതാക്കോലം.
കട്ടെ ചൊടേ ജഗതെന്നവേ ആലുകരാത്തകരെ പടകോടിയെ കട്ടെ ചൊടേ ജഗതെന്നവളിയേ ആലുകരാത്തകരെ പടകോടിയെ കട്ടെ ചൊടേ ജഗതെന്നവളിയേ പിള്ളയെ ഗർഭത്തിക്കൊള്ളുമുഴെ പിള്ളയാകുമുള്ളേ തട്ടിക്കൊള്ളോ പിള്ളയെ ഗർഭത്തിക്കൊള്ളുമുഴെ പിള്ളയാകുമുള്ളേ തട്ടിക്കൊള്ളോ അന്ന് വരാൻ വരിളം പിള്ളയെ കൊണ്ടിട്ട മണ്ണമാട്ടിക്കല്ലേ പവളിയേ പിള്ളയെ കൊണ്ടിട്ട മണ്ണമാട്ടിക്കല്ലേ പവളിയേ മൂലകളെ ശതവാദന വേണ്ടുന്ന കോളിരിടം കൊലികൾ പോലെ മൂലകളെ ശതവാദന വേണ്ടുന്ന കോളിരിടം മാടൻ കോലമാണ്. പടയണിയെ പറ്റി പറയുമ്പോൾ പടയണിയിൽ പരമാവധി ദേവതകളുടെ കോലങ്ങളാണ്, സ്ത്രീ കഥാപാത്രങ്ങളാണ് പടയണിയിൽ കൂടുതലായിട്ടുള്ളത്. നല്ല നല്ല മനുഷ്യരെ കൊല്ലല്ലേ, നാടടക്കവും വീടും മുടിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇതാ കളത്തിലേക്ക് എത്തുന്നു മാടൻ കോലം. പ്രാധാന്യം അർഹിക്കുന്ന സുന്ദരേക്ഷിയ ഈ ദേവതകളെയൊക്കെ നമ്മൾ പടയണിക്കളത്തിലേക്ക് വിളിച്ചു വരുത്തുക. പടയണിപ്പാട്ടിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പറയുകയാണ്, ഇവിടെ ഈ തുള്ളുന്ന ദേവതകള് അവർ തുള്ളി മുൻപോട്ട് നീങ്ങുമ്പോൾ പാട്ടിൻ്റെയും തപ്പിൻ്റെയും കൈമണിയുടെയും താളത്തിൽ മുൻപോട്ട് തുള്ളി നീങ്ങുമ്പോൾ ഈ ഒരു ഘട്ടത്തില് ആ ദേവതകൾ ആ കോലത്തിലേക്ക് ആവേശിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം.
പൂമാലത വൈകാതം വഴിവിട്ട് ഇടം രക്ഷിവാക്ക് അരളി പൂമാലത ഒന്ന് തുള്ളുവേ കാലത്ത് മണമുണ്ട് അറിയാവൂവേ അൻപിൽ കാലിയേറെ തുള്ളുകായച്ചിയേ ഈ കിളിയുടെ ശബ്ദം ശ്രദ്ധിച്ചാൽ കുഞ്ഞേ കുഞ്ഞേ എന്നുള്ള ശബ്ദമാണ് എന്നാണ് പറയുന്നത്. പ്രായമായവര് കല്ലും മണ്ണും മാറി എറിഞ്ഞും തീക്കൊള്ളി ചുഴറ്റിയും ഒക്കെ ഇതിനെ ഓടിക്കാൻ പരിശ്രമിക്കുമെങ്കിലും ഈ പക്ഷിയുടെ ബാധയേൽക്കുന്ന കുഞ്ഞുങ്ങള് രക്തമയമില്ലാതായി വയറുന്തി മരണത്തിന് കീഴടങ്ങുന്നതായിട്ട് ഒരു കാലത്ത് പറയപ്പെടും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ദേവതയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പക്ഷിക്കോലം അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിക്കുന്നത്.